പാച്ചു പറത്തിവിട്ട പ്രാവ് ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല കേട്ടോ. അത് തിരിച്ചു വരേണ്ട സമയവും കഴിഞ്ഞു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല നമ്മുടെ പാച്ചു. അവൻ പ്രാവിനെ പറത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചിറക്കാമെന്ന് അവനറിയാം. ഇതാ പ്രാവ് തിരിച്ചു വരുന്നു. ഇനി അടുത്ത വീഡിയോ ഇതെങ്ങനെ തിരിച്ചിറക്കി എന്നുള്ളതാണ്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ രണ്ടാം ഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്തിരുന്നു പാച്ചുവും പ്രാവും എന്നുള്ള വീഡിയോ. പാച്ചുവും പാച്ചു പ്രാവിനെ പറ്റി പറയുന്നതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അതായത് നമ്മളിപ്പോൾ ആ വീഡിയോൻ്റെ ലാസ്റ്റ് രണ്ട് പ്രാവിനെ പറത്തി വിടുന്നുണ്ട്. അതായത് അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയത് കാരണം അതിന് തിരിച്ചെടുക്കുന്നത് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇതെന്ന് പറയുന്നത് അപ്പോൾ പാച്ചു ആ പ്രാവിന് ഒരു ടൈമിങ് കൊടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിലാണ് അത് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പാച്ചു എങ്ങനെയാണ് പ്രാവിനെ, ചില പ്രാവുകൾ ചില സമയത്ത് തിരിച്ചിറങ്ങില്ല. അപ്പോൾ ചില ട്രിക്കിലൂടെ, ട്രിക്കെന്ന് വെച്ചാൽ വേറെ പ്രാവിനെ കാണിച്ചു കൊണ്ടും മറ്റുള്ള സൗണ്ടൊക്കെ ആക്കിക്കൊണ്ടാണ് പാച്ചു പ്രാവിനെ തിരിച്ചിറക്കുന്നത്. ആ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അതുമാത്രമല്ല, പാച്ചു കുറച്ച് കാര്യങ്ങളൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് പാച്ചുവിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ പറത്തിവിട്ട പ്രാവിനെ എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ അവൻ പറഞ്ഞു തരും. പാച്ചു, നമ്മളെ ബാക്കി കാര്യങ്ങളൂടി സുഖം തന്നെയല്ലേ? അപ്പം ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ പറത്തിവിട്ട പ്രാവിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചിറക്കാൻ പോകുന്നതെന്നും കൂടി നമ്മളെ കാണുന്ന ആൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. തിരിച്ചെടുക്കുക വെച്ചാൽ ഒരു വേറെ നാടൻ പ്രാവിനെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് കാണിച്ചാൽ പ്രാവ് താഴേക്ക്. അത് ഈ ഒരു ഐഡിയ ആര് പറഞ്ഞു? ഇനി തന്നെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ എനിക്ക് ആദ്യം അറിയാം. അപ്പോൾ അത് ഇതിൻ്റെ ഇണയ എന്ന് വിചാരിച്ചിട്ട് അത് തിരിച്ചു വരും. അങ്ങനെയല്ല, ഇത് വേറെ പ്രാവിനെ കണ്ടാൽ തന്നെ തായ്ക്കും. അതുകൊണ്ട് നമ്മൾ വേറെ പ്രാവിനെ അങ്ങനെ കാണിക്കൊന്നുമില്ല, കൂടുതൽ തന്നെ ഇട്ടു ചെയ്യേണ്ട സമയം വിട്ടു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി. ഇനി ഇപ്പോൾ നമ്മൾ ഒരു 5 മണിക്കാണ് കഴിഞ്ഞ പ്രാവിനെ ഇറക്കിയത്. അപ്പോൾ അതിന് ഒരു ടൈമിങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എത്ര മണിക്കൂർ ഇങ്ങനെ മേലെ കൂടെ അത് പറന്ന് കളിക്കൂ? അതിപ്പോ ഒരു 6 മണിക്ക് വിട്ടിട്ട് അതിന് 7:30 7 മണിക്ക് അതിന്റെ ഫുഡ് എല്ലാ ദിവസവും അങ്ങനെ 5 മണിക്ക് വിട്ട് 7 പീരിപ്പിച്ചിട്ട് പിറ്റേ ദിവസം 6 മണിക്ക് വിട്ടിട്ട് അങ്ങനെ ടൈം. ഓക്കെ, അതല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറത്തിവിട്ട പ്രാവിനെ തിരിച്ചിറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇടയ്ക്ക് പാച്ചു ഇതിന് ഭക്ഷണം വെള്ളമെല്ലാം കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു കാഴ്ച കാണാം. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ പറന്ന് പോയ പ്രാവിനെ തിരിച്ചു വരുന്ന ഒരു സീനും കൂടി അല്ലേ? അതിന് എന്തെന്ന് പറയാതെ ഇരുത്തല്, വെട്ട് കാണിച്ചിട്ട് അതിനെ ഇരിപ്പിക്കണം. വെട്ട് കാണിച്ചിട്ട് അതിനെ ഇരിപ്പിക്കും. അതായത് ഇതിൽ നിന്ന് ഒരു പ്രാവിനെ എടുത്തിട്ട് അതിനെ കാണിക്കും. അപ്പൊ അത് ഇവിടെ വന്ന് ഇരിക്കും. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ വിട്ട പ്രാവാണ് 5 മണിക്ക്. 5 മണിക്ക് നമ്മൾ പറത്തി വിട്ട പ്രാവാണ്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് പറത്തിയിട്ടപ്പോൾ ഇപ്പോൾ 6 മണി ആവാനായി. അപ്പോൾ ഈ 6 മണിക്ക് പാച്ച് സാറിന് 6-6:30 മണിക്കാണ് കയറ്റല്. നമ്മളെ വീഡിയോന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ
അപ്പം ആ പ്രാവിനെ തിരിച്ച് വിളിക്കുന്നതാണ് കാണുന്നത്. വാ, അപ്പം അതിന് അത് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് വേറെ പ്രാവിനെ കാണിച്ചിട്ടാണ് അതിനെന്തേലും പറയുക വച്ച് വെട്ട് കാണിക്കുന്നു. ആ അപ്പോൾ അത് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വെട്ടാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ പരുന്തോ പ്രാപ്പിടി വിചാരിച്ച് ചിലപ്പം പിന്നെ ആയിട്ട് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തെങ്ങിൻ്റെ ആയിട്ടുള്ള പ്രാവ് ഇപ്പം നിങ്ങൾ നോക്കി നോക്കി പേടിയുള്ളതെന്ന് ഇപ്പം കണ്ടാൽ മനസ്സിലാവും. ആയിട്ട് കയറി ഇനി പണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടി താങ്ങുമോ? ഓ ഇത് കുറേ ഉണ്ടല്ലോ പോകുന്നത് കണ്ട. പിന്നെ കണ്ട വെട്ട് കാണിക്കുമ്പോൾ ആയിട്ട് കയറി പോകും പ്രാവുകൾ. അതാണ് വേറെ പ്രശ്നം. അതിനുള്ളിലിട്ടാൽ പിന്നെ അത് തായറങ്ങൂല. ഇല്ല, അത് ഉള്ളിലിട്ടാൽ തായറങ്ങൂല. പിന്നെ ഇരുന്ന് മേലേക്ക് പിന്നെയും കയറും. പിന്നെ മേലെ കയറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കയറും. പിന്നെയും വെട്ട് കാണിച്ചാൽ പിന്നെയും മൂന്നു. അങ്ങനത്തെ ചെറിയൊരു സ്വഭാവം വേണ്ട പ്രാവ്. അതിൻ്റെ ഒരു ഇതുപോലെ മൂട് പോലെ. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി മെരുക്കി കൊണ്ടുവരണം അല്ലേ. നല്ല റിസ്ക് തന്നെയാണ്. പുറത്തുനിന്ന് കാണുന്നൊക്കെ ഒരു തമാശ പോലെ എല്ലാം എന്താ തോന്നുമെങ്കിലും നോക്കിയാൽ കാണാം പ്രാവടിയുള്ള. ഇനി രക്ഷയില്ല. ഉള്ളിലിട്ടോ. ഇതിപ്പോൾ അതിനെ കാണിച്ചിട്ട് തിരിച്ചിറങ്ങിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടോ സാധാരണ കാണും ആളധികം കണ്ടത് കൊണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും കുഴപ്പമില്ല. പാച്ചു പറഞ്ഞത് അത് കുറച്ച് സമയം കൂടി പറക്കട്ടെ. അതിനെ തിരിച്ചിറക്കാനുള്ള വിദ്യ ഇനിയുണ്ട്. ഇനിയും ട്രൈ ചെയ്യാം. അത് അവനൊരു വിഷയമല്ല. അപ്പോൾ മറ്റുള്ള പ്രാവുകൾക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിനെ തിരിച്ചിറക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച കൂടി കാണാം. അതിന് ശേഷം ഇത് തിരിച്ചു വരുന്നൊരു കാഴ്ചയും കൂടി കാണാം. ഓക്കെ. അങ്ങനെ മറ്റ് പ്രാവുകൾക്ക് തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്ത് നേരത്തെ പറത്തിവിട്ട പ്രാവിനെ തിരിച്ച് ഇറക്കാൻ നോക്കുകയാണ് നമ്മുടെ പാച്ചു. അതായത് നേരത്തെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ പ്രാവിനൊരു ടൈമിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂർ അതിൻ്റെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പറക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ ഇറക്കാമെന്ന് വിചാരിച്ചതാണ്. നേരത്തെ അത് ഇറങ്ങാതിരിക്കാൻ കാരണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയമായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഇറങ്ങും. ഇങ്ങനെയാണ് ഇറക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ. ഇതാ വരുന്നത് നമ്മുടെ പറത്തിവിട്ട പ്രാവ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവൻ നേരത്തെ പറഞ്ഞതാ ഏത് ഐഡിയ എടുത്തിട്ട് അതിനെ തിരിച്ചെടുക്കുമെന്ന്. അപ്പോൾ പാച്ചിപ്പോൾ സമയം എത്രയായി? 6:30. അപ്പോൾ 1.5 മണിക്കൂർ വരെ കറങ്ങിയിട്ടാണ് അത് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചിറങ്ങാതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ ടൈമിങ്ങിൽ വന്ന വ്യത്യാസം. വെള്ളം കൊടുക്കട്ടെ. കിട്ടിയ അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പക്ഷിമൃഗാദികളെ പരിപാലിച്ചുകൊണ്ട് പ്രകൃതിയുടെ കൂട്ടുകാരനായ പാച്ചു നമ്മുടെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. വരുന്ന ടൂർണമെൻറ്റുകളിൽ 1ാം സമ്മാനം തന്നെ അവന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും പാച്ചു.